ആരോപണം തന്നെ. ശുഐബ് അലൈഹിസ്സലാം മദീനയിലേക്ക് നിയോഗിക്കപ്പെട്ട മഹാനായ നബിയെ സംബന്ധിച്ച് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞ ആരോപണം പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിൽ പറയുന്നു, ഇന്നക ലഅൻതൽ ഹലീമുർ റഷീദ്. ശത്രുക്കൾ പറഞ്ഞതാ, ശുഐബ് നബിയെ നിങ്ങൾ നല്ലോണം ബുദ്ധിയുള്ള തന്റെ ഇടമുള്ള മനുഷ്യനാണല്ലോ എന്ന് ജനങ്ങൾ ശുഐബ് നബിയോട് പറഞ്ഞു. അത് പ്രശംസിച്ച് പറഞ്ഞതല്ല, ബുദ്ധിയില്ല തന്റെ ഇടല്ല എന്ന് പറയാനാ പറയണത്. അങ്ങനെയാണല്ലോ, നല്ല ബുദ്ധിയുള്ള അഭിപ്രായമാണെന്ന് പറയില്ലേ മണ്ടത്തരം പറഞ്ഞാൽ. അതിനർത്ഥം എന്താ? ബുദ്ധിയില്ല തന്നെയാണ്. അങ്ങനെ ശുഐബ് നബിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അല്ലാഹു തആല ഗുരുതരമായിട്ടാണല്ലോ അല്ലാഹു അതിനെ ചർച്ച ചെയ്തത്. തന്നെയുമല്ല, അബൂജഹലിന്റെ വിഷയത്തിൽ ഇറക്കിയ ആയത്ത് ദുഖ് ഇന്നക അൻതൽ അസീസുൽ കരീം, നരകത്തിലേക്ക് അള്ളാഹുവിന്റെ ശിക്ഷയിലേക്ക് പറഞ്ഞയക്കുമ്പോ അള്ളാഹു അബൂജഹലിനോടും പറയുന്നത്, അബൂജഹലെ ദുഖ്, ഈ ശിക്ഷ നീ ആസ്വദിച്ചോ. ഇന്നക അൻതൽ അസീസുൽ കരീം, നീ നല്ല മാന്യനും അഭിമാനിയുമാണല്ലോ അബൂജഹലെ, അതുകൊണ്ട് അനുഭവിച്ചോ. അർത്ഥം നിനക്ക് മാന്യതല്ല, നിനക്ക് അഭിമാനവുമില്ല എന്നാണ് അവിടെ അർത്ഥം. ഇങ്ങനെയൊക്കെ അറബ് ഭാഷയിൽ, ഏത് ഭാഷയിലും തൗരീത്ത്, നമ്മളതിനെന്താ പറയാം, ഇംഗ്ലീഷിൽ അതിന് പറയുമല്ലോ ഡ്വൽ മീനിങ് ഉള്ള വിഷയങ്ങൾ അല്ലേ, അങ്ങനല്ല ഗ്രാമർ നമ്മുടെ മെറ്റഫറായിട്ട് പറയില്ലേ, എന്താ പറയല്ലേ, ഏത് ഭാഷയിലുണ്ട്. ഏറ്റവും ഗുരുതരമായൊരു വിഷയം മറിയം റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച്, മറിയം ബീവിയെ സംബന്ധിച്ച് മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഗർഭം ധരിച്ചപ്പോ ജൂതന്മാരായ ആളുകൾ മറിയം ബീവിയെ സംബന്ധിച്ച് പറഞ്ഞത് എന്താ? അവര് പറഞ്ഞത് യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. ഹാറൂനിന്റെ സഹോദരിയെ, ഹാറൂൻ എന്ന മഹാന്റെ പരമ്പരയിൽ വരുന്നവളെ, മാ കാന അബൂകി ഇംറഅ സൗഇൻ, നിങ്ങളുടെ പിതാവ് തിന്മ ചെയ്യുന്ന, വ്യഭിചരിക്കുന്ന ആളായിരുന്നില്ലല്ലോ. വമാ കാനത് ഉമ്മുകി ബഗിയ, മറിയമേ നിങ്ങളുടെ ഉമ്മ ഹന്നത്ത് ബീവിയും വ്യഭിചരിക്കുന്നവളായിരുന്നില്ലല്ലോ എന്ന് മറിയം ബീവിയോട് ജൂതന്മാർ പറഞ്ഞു. അവിടുത്തെ ആളുകൾ ആരോപണം ഉന്നയിച്ചു. എന്താ പറഞ്ഞത്? ഇതിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? മറിയം ബീവി നിങ്ങൾ വ്യഭിചരിച്ചു നേരിട്ട് പറഞ്ഞിട്ടില്ല. പറഞ്ഞത് നിങ്ങളുടെ വാപ്പ മോശക്കാരനായിരുന്നില്ലല്ലോ മറിയമേ, നിങ്ങളുടെ ഉമ്മയും മോശക്കാരിയായിരുന്നില്ലല്ലോ. ഇതിനെ സംബന്ധിച്ച് അല്ലാഹു എന്താ പറയുന്നത്? وبكفرهم وقولهم على مريم بهتانا عظيما. അല്ലാഹു ജൂതന്മാരെ ശപിക്കാനുണ്ടായ കാരണം ഒന്നവരുടെ അവിശ്വാസമാണ്. മറ്റൊന്ന് വഖൗലിഹിം അലാ മറിയമ, മറിയം ബീവിയെ കുറിച്ച് അവർ പറഞ്ഞല്ലോ ബുഹ്താനൻ അദീമാ, ഗുരുതരമായ ഒരു പച്ചക്കള്ളം മറിയം ബീവിയിൽ അവർ ആരോപിച്ചുവല്ലോ. ഈസ നബി അലൈഹിസ്സലാം വ്യഭിചാര സന്തതിയാണെന്നാ ജൂതന്മാർ പറഞ്ഞത്. ക്രിസ്ത്യാനികൾ പറഞ്ഞു അല്ല, ദൈവത്തിന്റെ നേർക്കുനേറുള്ള പുത്രനാണ് എന്ന്. നഹ്നു ഉമ്മത്തുൻ വസത്ത്, നമ്മൾ അതിന്റെ ഇടയില. വ്യഭിചാര പുത്രനല്ല, അള്ളാന്റെ മകനുമല്ല, റസൂലുൻ കരീം, അള്ളാഹുവിന്റെ ദൂതനാണ്, അത്ഭുതകരമായി ജന്മം കിട്ടിയ മഹാനാണ്. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മറ്റു രണ്ടും എക്സ്ട്രീം എൻഡുകളാണ്. ഒന്ന് അള്ളാന്റെ പുത്രനാണെന്ന് പറഞ്ഞു അന്ന് പൊക്കിക്കളഞ്ഞു. ഇവരാണെങ്കിലും അങ്ങോട്ട് താഴ്ത്തിയിട്ട് ഇത് വ്യഭിചാര സന്തതി എന്നും പറഞ്ഞു ജൂതന്മാർ. അവർ പറഞ്ഞ വാക്ക് ഇതാണ്. ഖുർആനിൽ ഒരിടത്തും മറിയമേ നീ വ്യഭിചരിച്ചു എന്നൊരു പ്രയോഗം നടത്തിയത് ഖുർആൻ ഉദ്ധരിച്ചിട്ടില്ല. പറഞ്ഞ വാക്ക് ഇതാണ്, നിന്റെ വാപ്പ മോശക്കാരനല്ലല്ലോ മറിയമേ, നിന്റെ ഉമ്മയും മോശക്കാരി അല്ലല്ലോ. ഇത് പറഞ്ഞതിന് അല്ലാഹു എന്താ പറഞ്ഞത്? ബുഹ്താനൻ അദീമാ. മറിയം ബീവിയെ കുറിച്ച് അവർ എന്ത് ആരോപണം ഉന്നയിച്ചു? വല്ലതും നേർക്കുനേരെ പറഞ്ഞോ? ഇല്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ മോശക്കാരി തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പറയുന്നത്, അങ്ങനെ അല്ലാഹു തആല മറിയം ബീവിയെ സംബന്ധിച്ച് പറഞ്ഞ വിഷയങ്ങളിൽ, ശുഐബ് നബിയെ കുറിച്ചുള്ള അഭിപ്രായത്തിൽ, അബൂജഹലിനെ സംബന്ധിച്ചുള്ള പരാമർശത്തിലൊക്കെയും ഇതുപോലെയുള്ള വ്യംഗ്യമായ പ്രയോഗങ്ങൾ നേർക്കുനേരെ പറയുന്നതിന് തുല്യം തന്നെ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു കർക്കശമായി തന്നെ പറഞ്ഞു, വ്യഭിചാരാരോപണം നേർക്കുനേരെ പരസ്യമായി പറഞ്ഞാലും വ്യംഗ്യമായി പറഞ്ഞാലും ശിക്ഷ തന്നെ, രണ്ടിനും ശിക്ഷയുണ്ട്. സുബ്ഹാനല്ലാഹ്.
വ്യഭിചാര ആരോപണം നടത്തിയത് ഒരാളെ സംബന്ധിച്ചാണ്, രണ്ടാളെ കുറിച്ചാണ്, മൂന്നാളെ കുറിച്ചാണ്. ആള് ഏറുന്നതിനനുസരിച്ച് 80 മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുമോ? രണ്ടാളാകുമ്പോ 80 2ആക്കിയിട്ട് 160 അടി അടിക്കേണ്ടി വരുമോ? മൂന്നാളാകുമ്പോ പിന്നൊരു 80 കൂട്ടിയിട്ട് 240 ആക്കേണ്ടി വരുമോ? അങ്ങനല്ല, അങ്ങനെ ഉണ്ടാവില്ല. വ്യഭിചാര ആരോപണം അത് 10 ആളെ സംബന്ധിച്ച് പറഞ്ഞാലും അതിന് ശിക്ഷ ഒന്ന് തന്നെയാ. പക്ഷേ ഒരു നേരത്ത് പറഞ്ഞു, ഒരു കൊല്ലം കഴിഞ്ഞ്, ഒരു മാസം കഴിഞ്ഞ് പിന്നൊന്ന് പറഞ്ഞു, അതിന് വേറെ ഉണ്ടാവും. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു വിഷയം എത്തുന്നുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ ഒരുപാട് പഠിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ വഹയിന്റെ കാരണങ്ങളായി സംഭവിച്ച സംഭവങ്ങൾ വരാൻ പോകുന്നു. അതിന്റെ ഒരു ഭാഗം ഇതാണ്. ഹിലാൽ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം തന്റെ ഭാര്യ ശരീക് ഇബ്നു സഹ്മാ എന്ന് പറയുന്ന ഒരാളുമായി വ്യഭിചരിച്ചത് കണ്ണുകൊണ്ട് കണ്ടു. അദ്ദേഹത്തിന്റെ കാതുകൊണ്ട് അവരുടെ സംസാരം കേൾക്കുകയും ചെയ്തു. അങ്ങനെ ഹബീബിന്റെ മുമ്പിലേക്ക് ഓടി വരികയാണ്, യാ റസൂലല്ലാഹ്, എന്റെ ഭാര്യ ശരീക് ഇബ്നു സഹ്മാഉമായി വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടു നബിയേ. അവരുടെ സംസാരം ഞാൻ എന്റെ കാതുകൊണ്ട് കേൾക്കുകയും ചെയ്തു നബിയേ. അതുകൊണ്ട് ഹബീബായ നബിയെ ഞാൻ എന്തു ചെയ്യണം? ഖുർആൻ പറഞ്ഞു, വലം യഅ്തു ബിഅർബഅതി ശുഹദാ, 4 സാക്ഷികളെ കൊണ്ടുവരണമെന്നോ. അല്ലാഹുവിന്റെ റസൂലേ, ഒരാൾ സ്വന്തം ഭാര്യ വ്യഭിചരിക്കുന്നത് കാണുമ്പോ അവനെ ഒന്ന് പിടിച്ചു മാറ്റണമെങ്കിൽ പോലും 4 സാക്ഷികളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഇത് നടക്കുമോ നബിയേ എന്ന് ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോഴാണ് ഇനി വരാനുള്ള ആയത്തിറങ്ങുന്നത്. നമ്മൾ വഴിയെ പറയാം. ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, ലാ അൽ ബയ്യിന ഔ ഹദ്ദുൻ ഫീ ദുഹ്രിക്. ഹിലാൽ ഇബ്നു ഉമയ്യ, നിങ്ങൾ ആരോപിക്കുന്നത് ഗുരുതരമായ ആരോപണമാണ്. നിങ്ങളുടെ ഭാര്യ മറ്റൊരാൾ ശരീക് ഇബ്നു സഹ്മാ, രണ്ടുപേരും വ്യഭിചരിച്ചു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്. തെളിവ് വേണം, 4 സാക്ഷികളെ വിസ്തരിക്കണം. ഇല്ലെങ്കിൽ ഹദ്ദുൻ ഫീ ദുഹ്രിക്, നിങ്ങളുടെ പുറത്തതിന്റെ അടി വീഴും, 80 അടി വീഴും എന്ന് പറഞ്ഞു. പൊന്നാര നബിയെ കഷ്ടപ്പെട്ടു പോവുകയാണ് നബിയെ. എന്റെ കണ്ണുകൊണ്ട് ഞാനായിട്ട് കണ്ട ഒരു വിഷയത്തിന് എങ്ങനെ 4 സാക്ഷികളെ ഞാൻ ഉണ്ടാക്കും? ആ സംഭവം വളരെ രസകരമായ ഒരു സംഭവമാണ്. ഹദീസിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു, നബിയെ ഈ വിഷയത്തിൽ എന്റെ പുറം അടികൊള്ളൂല എന്ന് എനിക്കുറപ്പാ നബിയെ. ഈ വിഷയത്തിൽ എന്റെ റബ്ബ് ഒരു നിയമം ഇറക്കുമെന്ന് എനിക്കുറപ്പാണ് എന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന നേരം അതാ മറ്റൊരു സ്വഹാബി സഅദ് റളിയല്ലാഹു അൻഹു മറ്റൊരു വിഷയവുമായി ഓടി വരുന്നു. രണ്ടും കൂടെ നടക്കുമ്പോൾ ആയത്തിറങ്ങുന്നു. ഇതൊക്കെ ദുന്യാവിൽ നടക്കുന്ന വിഷയങ്ങളല്ലേ? അങ്ങനെ നടക്കണമെങ്കിൽ അള്ളാഹുവിന്റെ നിയമം വേണ്ടേ? ആ നിയമങ്ങൾ അള്ളാഹുവിന്റെ അസലിയായ ലൗഹുൽ മഹ്ഫൂദിലുള്ള ആയത്തുകളാണ് ഇറങ്ങുന്നത്. അതിന് സമാനമായ സംഭവങ്ങൾ കാലാകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കണം. ആയത്തിറങ്ങാനുണ്ടായ കാരണം അവിടെ നടന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ശരീഅത്ത് പരിപൂർണം എല്ലാം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നിട്ടാ പോയിട്ടുള്ളത്. അതിന് സമാനമായ സംഭവങ്ങൾ, കാരണമായ അസ്ബാബുൻ നുസൂലുകൾ ആ കാലഘട്ടങ്ങളിൽ സംഭവിച്ചു എന്നേ പറയാൻ കഴിയൂ. തങ്ങൾ പറഞ്ഞു, ലാ അൽ ബയ്യിന, പറയല്ലേ ഹിലാൽ ഇബ്നു ഉമയ്യ, പറയല്ലേ അൽ ബയ്യിന, തെളിവ് വേണം. ഔ ഹദ്ദുൻ ഫീ ദുഹ്രിക്, അല്ലെങ്കിൽ നിങ്ങളുടെ പുറത്ത് അടി വീഴും. അദ്ദേഹം പറഞ്ഞു, നബിയേ എന്റെ പുറം അടി വീഴാതെ അള്ളാഹു കാക്കും നബിയെ. ഇവിടെ അള്ളാഹു തആല ആയത്തിറക്കും നബിയെ. ഈ വിഷയത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തീരുമാനം പറയാതെ നിന്നു. അപ്പോഴാണ് ആയത്തുൽ ലിആനിനെ സംബന്ധിച്ചുള്ള ആയത്തിറങ്ങുന്നത്. അതാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുകളിൽ 6-ാമത്തെയും 7-ാമത്തെയും ആയത്തുകളിലായി അള്ളാഹു പഠിപ്പിക്കാൻ പോകുന്ന വിഷയം ലിആനാണ്. എന്താണ് ലിആന്, എന്താണ് അതിന്റെ നിയമങ്ങൾ എന്നൊക്കെ ഇൻഷാ അല്ലാഹ് സമയത്ത് പഠിക്കാം. നമ്മൾ ഇപ്പൊ നോക്കുന്നത് ഈ ആയത്തിൽ ഹബീബായ നബി തങ്ങൾ ഹദ്ദുൻ, ഈ ഹദീസിൽ ഒരു ഹദ് എന്ന് പറഞ്ഞാൽ ശിക്ഷ, 2 ശിക്ഷ ഉണ്ടോ? രണ്ടാളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹദ്ദാനി എന്ന് പറഞ്ഞോ? ഇല്ല. രണ്ടാളെ സംബന്ധിച്ച് ഒരാൾ വ്യഭിചാര ആരോപണം തന്റെ ഭാര്യയെ സംബന്ധിച്ച് പറഞ്ഞു. അത് ചെയ്ത ആള് ശരീക് ഇബ്നു സഹ്മാ എന്ന മനുഷ്യനാണെന്നും പറഞ്ഞു. അങ്ങനെ വന്നപ്പോ 2 ആൾ ആരോപണ വിധേയരാണ്. പക്ഷേ നബി തങ്ങൾ ഖദ്ഫിന്റെ ശിക്ഷ 1 വിധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് നടപ്പാക്കുന്നതിന്റെ മുമ്പേ ലിആനിന്റെ ആയത്ത് ഇറങ്ങുകയുമുണ്ടായി. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയൊക്കെ വന്നാൽ
ഇങ്ങനെ ആരോപണം, വ്യഭിചാര ആരോപണം ഉന്നയിക്കുക എന്നത് വളരെ വളരെ ചിന്തിച്ച് വളരെ വളരെ ഗൗരവത്തോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. ചില സ്ഥലത്ത് ആരോപണം ഉന്നയിക്കൽ നിർബന്ധമാകും, ചില സ്ഥലത്ത് ആരോപണം ഉന്നയിക്കാം, വേണ്ടെങ്കിൽ ഉന്നയിക്കാതിരിക്കാം. ചില സ്ഥലത്ത് ഈ ആരോപണം ഉന്നയിക്കൽ ഹറാമാവും. സംഗതിയൊക്കെ ഇയാൾക്കറിയാം. പക്ഷേ ആരോപണം ഉന്നയിക്കൽ പാടില്ലാത്ത സ്ഥലമുണ്ട്, ജായിസായ സ്ഥലമുണ്ട്, മഹ്ദൂറായ സ്ഥലമുണ്ട്, ഹറാമായ സ്ഥലമുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന്, ഒരു വ്യഭിചാരം നടന്നു, അവിടെ ഒരു കുട്ടി ഗർഭം ധരിക്കുക, അല്ലെങ്കിൽ ആ പെണ്ണിന് കുട്ടി ഉണ്ടാവുക എന്ന സംഗതി ഉണ്ടായിട്ടില്ല, ആ പെണ്ണിന് ഗർഭം ഉണ്ടായിട്ടില്ല. ഈ കുട്ടി ഇന്റേതല്ല എന്ന് ഭർത്താവിന് പറയണം. പക്ഷേ അങ്ങനെ ഒരു കുട്ടി, ഒരു ഗർഭം അവൾക്കുണ്ടായിട്ടില്ലെങ്കിൽ ഫലാ യജിബ്, ഇവിടെ വ്യഭിചാര ആരോപണം ചെയ്യൽ ആവശ്യമില്ല. ഇനിയിപ്പോ അത് വേണോ? അത് ജായിസാണോ? അവൾ വ്യഭിചരിച്ചിട്ടുണ്ടെന്ന് ഇയാൾക്ക് ഉറപ്പാണ്. പക്ഷെ അവൾക്ക് ഗർഭം ഉണ്ടായിട്ടൊന്നുമില്ല, വ്യഭിചാരത്തിൽ ഉണ്ടായൊരു കുട്ടി അതൊന്നുമില്ല. അങ്ങനെ വന്നാൽ നോക്കേണ്ടത് താൻ കണ്ണുകൊണ്ട് കണ്ടു ഇവൾ വ്യഭിചരിക്കുന്നത്, അല്ലെങ്കിൽ അവൾ സമ്മതിച്ചു ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് അവൾ അങ്ങോട്ട് പറഞ്ഞു, അവൾ പറഞ്ഞത് ശരിയാണെന്ന് ഇയാൾക്ക് ബോധിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ഇയാൾക്ക് വിശ്വസിക്കാവുന്ന ആരെങ്കിലും ചെന്ന് പറഞ്ഞു, വിശ്വസിക്കാവുന്നവർ, നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും, ആര് പറയുന്നൊന്നും കേട്ടിട്ട് ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാജിമീൻ. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് എടുത്തു ചാടരുത്. ഇവിടുന്ന് അങ്ങോട്ട് ഫോൺ വിളിക്കുക, തൊലാഖ് ചൊല്ലിന്ന് ഇവിടുന്ന് ലെറ്റർ വിടുക. ധൃതി പിടിക്കല്ലേ. കാര്യങ്ങൾ അവലോകനം ചെയ്യണം, എന്താണ് സംഗതി എന്ന് പഠിക്കണം, അത് ശരിയാണോ അല്ലേ എന്ന് വിശ്വസിക്കാൻ, ഉറപ്പായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ആളുകൾ ഇത് പറഞ്ഞു. അല്ലെങ്കിൽ അതൊന്നുമല്ല, ഈ സാധു എവിടേക്കോ നാട്ടിൽ നിന്ന് നാട് വിട്ടു പോയതാണ്, കുറച്ചു കാലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ നാട്ടിലാകെ പാട്ടാണ് സംഗതി, ഇന്ന ആള് ഇവളുമായി വ്യഭിചരിക്കാറുണ്ട് എന്ന് അങ്ങനെയൊക്കെ ആയി. അല്ലെങ്കിൽ ഇയാള് തന്നെ നേർക്കുനേരെ തന്റെ ഭാര്യയുടെ അടുത്തുനിന്ന് ഒരാൾ ഇറങ്ങിപ്പോണതാണ് കണ്ടു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ആരോപണം സ്ഥിരീകരിക്കാൻ വേണ്ടി ഇയാൾക്ക് അവിടെ വ്യഭിചാര ആരോപണം ചെയ്യാവുന്നതാണ്. സ്വന്തം ഭാര്യയെ സംബന്ധിച്ച് ഈ ആരോപണം ഉന്നയിക്കൽ ജായിസാണ്. പക്ഷേ ഇയാൾക്കത് പറയാതിരിക്കുകയുമാകാം. അതാണ് അള്ളാഹുവിന് ഇഷ്ടം. മൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹ്. നമ്മൾ സംഭവം പറഞ്ഞില്ലേ, മഹാനായ റാത്തിബ് ബിൻ അബുൽ സിദ് തങ്ങൾ പറഞ്ഞ ഒരു സ്വപ്ന ദർശനം കണ്ട സംഭവം. മൂടിവെക്കാം,